സിമന്റിനെ ഞാൻ എന്തിനോടാ ഉപമിച്ചത്? സിമന്റ്. ഓർമ്മ വരണില്ല? വാല്യൂസ്. ഇഷ്ടികയെ കെട്ടിടത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കുന്നു. മോഡേൺ നോളജ് ജീവിതത്തില് നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ? കെട്ടിടത്തിൽ സിമന്റ് 3 കാര്യങ്ങൾ തരുന്നുണ്ട്. ഏതൊക്കെയത്? ബ്യൂട്ടി, ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത്. 3 ഇംഗ്ലീഷ് വാക്കും അറിയാമല്ലോ ഇല്ലേ? മലയാളികളായ സ്ഥിതിക്ക് മലയാളം അറിഞ്ഞൂടെങ്കിലും ഇംഗ്ലീഷ് അറിയാം. അപ്പൊ യഥാർത്ഥത്തില് ബ്യൂട്ടി, ഡ്യൂറബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് അത് സിമന്റ് അവിടെ തരുന്നത് പോലെ ജീവിതത്തില് നമുക്ക് മൂല്യങ്ങള്, ജീവിതത്തിന്റെ ബ്യൂട്ടി, ജീവിതത്തിന്റെ ഡ്യൂറബിലിറ്റി, ജീവിതത്തിന്റെ സ്ട്രെങ്ത് തരുന്നു. ചില സ്കൂളിലേക്ക് ഞാൻ പോകുമ്പോ പ്രിൻസിപ്പാള് അല്ലെങ്കിൽ പ്രധാന അധ്യാപകര് ഒന്ന് പറയാറുണ്ട്, ഗോപാലകൃഷ്ണൻ സാറിനെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സ്കൂളില് 2 മണിക്കൂർ ഞങ്ങൾ വാല്യൂസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കാം. പിള്ളേർക്കെല്ലാം വാല്യൂസ് പഠിപ്പിക്കാൻ 2 മണിക്കൂർ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മുഖത്ത് ചിരിയൊന്നും കാണില്ല. അപ്പൊ അവർക്കൊരു വിഷമം, ഇയാൾക്ക് എന്താ മനസ്സിലായില്ലേ? വാല്യൂസ് പഠിപ്പിക്കാൻ 2 മണിക്കൂർ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇയാളുടെ മുഖം എന്താ ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി ഉള്ളത്? ഞാനപ്പോ അവരോട് കുറച്ചു കഴിഞ്ഞ് പറയാറുണ്ട്, നമ്മൾ ഈ കെട്ടിടം പണിയാൻ ഇഷ്ടിക വെച്ചു എന്ന് വിചാരിക്കുക. 5 ഇഷ്ടിക വെച്ച് 5 ഇഷ്ടികയുടെ മുകളില് 4 ലെയർ സിമന്റ് ഇട്ടു എന്ന് വിചാരിക്കാം. എന്നിട്ട് വീണ്ടും 5 ഇഷ്ടിക വെച്ചു. ഇഷ്ടികയ്ക്ക് ഇടയ്ക്കിടാനുള്ള സിമന്റിന് പകരം നമ്മൾ ഇഷ്ടികയുടെ മുകളില് കുറേ സിമന്റ് ഇട്ട് അതിന്റെ പുറത്ത് ഇഷ്ടിക വെച്ച് 5 ഇഷ്ടിക പിന്നെയും വെച്ചു. കെട്ടിടം എങ്ങനെയുണ്ടായിരിക്കും? വേറെ രീതിയിൽ ചോദിക്കാൻ എളുപ്പം. കെട്ടിടം എങ്ങനെയിരിക്കും? കെട്ടിടം ഇരിക്കും. അപ്പൊ കുറേ ഇഷ്ടിക വെച്ച് അതിന്റെ മുകളിൽ കുറേ സിമന്റ് ഇടുക അല്ല വേണ്ടത്. ഓരോ ഇഷ്ടികക്കും ഇടയ്ക്ക് കുറേശ്ശെ സിമന്റ് ഇടുമ്പോ മാത്തമാറ്റിക്സ് ടീച്ചറ്, ഫിസിക്സ് ടീച്ചറ്, ബയോളജി ടീച്ചറ്, ഹിസ്റ്ററി ടീച്ചറ് കുറേശ്ശെ വാല്യൂ കൊടുക്കണം. എല്ലാം കൂടി ചേർന്ന് വെള്ളിയാഴ്ച അവസാനത്തെ ദിവസം മൊത്തം വാല്യൂബിൾ ആക്കിയാൽ പിള്ളേര് ശരിക്കും കോട്ടുവായ വിടും. എന്തോന്ന് വാല്യൂ മണ്ണാൻ കേട്ടാ ആരും കേൾക്കും. അപ്പൊ എന്താ വേണ്ടത്? അധ്യാപകർ ഇതിനകത്തുണ്ടെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് 60% അറിവ് സിലബസിൽ നിന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. 60%. 20% സിലബസിലുള്ള വിഷയങ്ങള് കുറച്ചുകൂടി ഹയർ ലെവലിൽ കൊടുക്കണം. 10% മൂല്യങ്ങൾ കൊടുക്കണം. 10% ചോദ്യോത്തരം. നല്ലോണം ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളോട് പറയാം. അപ്പോഴേ അധ്യാപകര് പഠിക്കുള്ളൂ. അവര് ചോദ്യം ചോദിച്ചാലേ അധ്യാപകര് പഠിക്കുള്ളൂ. പിന്നെ ഒന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും കുട്ടി ക്ലാസ്സിൽ വാച്ച് നോക്കിയാൽ, ഏതെങ്കിലും കുട്ടി ക്ലാസ്സിൽ കോട്ടുവായ വിട്ടാൽ അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല. ആരുടെ കുഴപ്പ? ടീച്ചറിന്റെ കുഴപ്പമാണ്. ഞാൻ ഇവിടെ നിന്നിങ്ങനെ ഈ അറ്റം മുഴുക്ക് നോക്കുന്നുണ്ട്. 2 പേര് അതിന്റെ ഉള്ളിൽ കൂടെ സാറിനോട് പെർമിഷൻ ചോദിച്ചു പോയി. ഈ അറ്റത്ത് 3ാമത്തെ വരിയിലുള്ള 2 അമ്മമാര് കോട്ടുവായ വിട്ടു. ഇവിടെ ഒരാൾ വാച്ച് നോക്കി 3ാമത്തെ ലൈനില്. പക്ഷെ എന്താ ഇത് വാച്ച് ചെയ്യണമെന്ന് പറയുന്നത്? നമ്മൾ കൊടുക്കുന്നത് എടുക്കാനുള്ള രീതിയില് മുമ്പിലുള്ളവരെ ഇരുത്തേണ്ട ഉത്തരവാദിത്വം അധ്യാപകരുടേതാണ്. അവര് പഠിപ്പിക്കുന്നതിനല്ല കാശ് കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്. ആ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുന്നതിനാണ് ശമ്പളം കൊടുക്കുന്നത്. പഠിപ്പിക്കുന്നതിനല്ല, മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുന്നതിനാണ്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഉറങ്ങിയാൽ അതിന്റെ അർത്ഥം ആ കുട്ടിക്ക് മനസ്സിലാവണില്ല. മനസ്സിലാകുന്ന ലെവലിലേക്ക് അധ്യാപകർക്ക് ഉയരാൻ സാധിച്ചില്ല, അധ്യാപികയ്ക്ക് ഉയരാൻ സാധിച്ചില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളെ കേൾപ്പിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അധ്യാപകർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, വളരെ സാവധാനത്തില് എക്സ്പ്ലെയിൻ ചെയ്യാം. JC ബോസ് സസ്യങ്ങളില് പരീക്ഷണങ്ങൾ നടത്തിയ പ്രഗത്ഭനായ
ഒരു ഭാരതീയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം 17 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 17 പുസ്തകങ്ങളും റഷ്യയില് പുനർപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ അഭിമാനമായ ശാസ്ത്രജ്ഞനാണ് ജെ.സി. ബോസ്. ആരെ കുറിച്ചാ പറയുന്നത്? അദ്ദേഹം ആരായിരുന്നു? എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്? ആ പുസ്തകം എവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഏത് രാജ്യത്തിലാണ് അദ്ദേഹം ജനിച്ചത്? ഏത് രാജ്യത്തിന് അഭിമാനകരമായിരുന്നു? ഏത് വിഷയത്തിൽ അദ്ദേഹം ഗവേഷണം നടത്തിയത്? ഒരു 3 വരിയിൽ എത്ര ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം? അതുകൊണ്ട് ഏത് കാര്യങ്ങൾ ക്ലാസ്സിൽ എടുത്തു കഴിയുമ്പോഴും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു മനസ്സ് അധ്യാപകർക്ക് ഉണ്ടാവണം. ഇത് ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്താ? ഈ ചെവിയിലൂടെ കേൾപ്പിക്കുന്നത് അകത്ത് ഇംപ്രഷൻ ഉണ്ടാകുന്നതിനെ ആവർത്തിച്ചാലേ ഇംപ്രഷൻ ഉണ്ടാവും. ഈ ചെറിയ കുട്ടികളുടെ ടിവിയിൽ അഡ്വർടൈസ്മെന്റ് 2 പ്രാവശ്യം കേട്ടാല് അവരുടെ തലയിൽ ഉണ്ടാവാതെ, അല്ലെ? കണ്ടുകൊണ്ട് കേൾക്കുന്നതുകൊണ്ടാ തലയിൽ ഉണ്ടാവുക. ചില നല്ല പാട്ട്, ചില ഏതോ ഒരു പെണ്ണിന്റെ കള്ളക്കടക്കണ്ണില് എന്തോ കള്ളത്തരം എന്തോ ഉണ്ടെന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അതറിയാത്ത കുട്ടികളില്ല. എത്രയോ പാട്ടുണ്ട്. ഈ ആൺമിളിയാലെയോ പൊന്മിളിയാലെയോ എന്തോ ഒരു മിഴിയാളെന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ചെറിയ കുട്ടിക്ക് അതറിയാം. എന്താ കാരണം? ആ വാക്കുകളുടെ വൈബ്രേഷൻ കുട്ടികളുടെ തലയിൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്ന മാതിരിയാ. അതുകൊണ്ട് നല്ല രീതിയിൽ കേൾപ്പിച്ച് നന്മകള്, വാല്യൂ ബേസ്ഡ് നോളജ്, കഥകള്, സുഭാഷിതങ്ങള്, നമ്മളുടെ പഴഞ്ചൊല്ലുകള്, പുസ്തകത്തിലുള്ളത്, മഹാത്മാഗാന്ധിയെ കുറിച്ച്, ബുദ്ധനെ കുറിച്ച്, ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ പരീക്ഷയ്ക്ക് എഴുതേണ്ട കാര്യങ്ങളും അല്ലാത്തതുമായത് വിദ്യാർത്ഥികളെ രസകരമായി കേൾപ്പിക്കണമെങ്കിൽ ഒരേ വിഷയം പഠിപ്പിച്ചാൽ പോരാ, മാറി 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 പറയണം. അങ്ങനെയല്ലേ? പാൽപ്പായസം തിന്നുമ്പോ കുറച്ച് മാങ്ങാക്കറിയും കൂടി വായിൽ വെക്കാറുണ്ട് ചിലര്. പാൽപ്പായസം തിന്നുമ്പോ പപ്പടത്തിന്റെ കഷ്ണം തിന്നാറുണ്ട്. എന്താ കാരണം? ഈ മധുരം മാത്രമായി കഴിഞ്ഞാൽ ഇറങ്ങില്ല. അപ്പൊ പരമാവധി ഇറക്കാനുള്ള കാരണം എന്താ? ഫ്രീ ആയിട്ട് കിട്ടുക. ഈ ഫ്രീ ആയിട്ട് കിട്ടുമ്പോ പരമാവധി ഇറക്കാനുള്ള എളുപ്പ വഴി ടേസ്റ്റ് ഒന്ന് മാറ്റാം. അതുകൊണ്ട് പല പല വിഷയങ്ങള് ഒരേ വിഷയത്തിലൂടെ പോയാൽ എല്ലാവർക്കും വിരസത അനുഭവപ്പെടും. അങ്ങനെ കേൾപ്പിക്കണം. അങ്ങനെ കേൾപ്പിക്കുമ്പോഴാണ് രസമുള്ള. ഇടയ്ക്കൊരു തമാശ പറയണം, ഇടയ്ക്ക് സീരിയസ് ആവണം, ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കണം. എന്റെ മുമ്പിലുള്ളവരെല്ലാവരും 1947 മുമ്പ് ജനിച്ചവരാ. അപ്പൊ അതുകൊണ്ട് അവരുടെ അടുത്ത് ഞാൻ ചോദ്യം ചോദിച്ചാൽ പിന്നെ അവർ അടുത്ത പ്രാവശ്യം വരികയില്ല. അതുകൊണ്ട് നിങ്ങളെ അടുത്തിരുന്നെങ്കിൽ ഞാൻ ചോദ്യം ചോദിച്ചേനെ. അപ്പൊ യഥാർത്ഥത്തില് ചോദ്യം ചോദിച്ച് എനർജറ്റിക് ആക്കണം. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ബോട്ടണി എടുക്കുന്ന ഒരു ടീച്ചറുണ്ട്. ഒരു ദിവസം നല്ല രീതിയിൽ ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഒരു ചെമ്പരത്തിപ്പൂ കാണിച്ചിട്ട് പറഞ്ഞു, യു ഹാവ് സീൻ ദിസ് ഫ്ലവർ? എല്ലാവരും പറഞ്ഞു യെസ് മാഡം. ദിസ് ഈസ് കൊറോള, ദിസ് ഈസ് സ്റ്റെയ്മൻ, ദിസ് ഈസ് പിസ്റ്റിൽ, ദിസ് ഈസ് കാലിക്സ്, ദിസ് ഈസ് പീറ്റിയോൾ, ദിസ് ഈസ് പോളൻ ഗ്രെയിൻ, ദിസ് ഈസ് ഓവറി, ദിസ് ഈസ് സ്റ്റെയ്മൻ, ദിസ് ഈസ് സ്റ്റിഗ്മ. ഒരു സ്റ്റുഡന്റ് എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, സോ വാട്ട്? എന്താ പറ്റിയത്? അപ്പൊ പെട്ടെന്ന് കയറി ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. ഇത് ദിസ് ഈസ് എന്ന് പറഞ്ഞപ്പോ ഒരു സ്റ്റുഡന്റ് എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, സോ വാട്ട്? അപ്പൊ പറ്റിയത് എന്താ? ആ പഠിപ്പിക്കേണ്ട രീതിയിലല്ല ആ പേര് പറഞ്ഞത്. ആ പൂവിനെ കുറിച്ച് പറയുമ്പോഴും ഒരു രീതിയുണ്ട്. കേൾപ്പിക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുമാരനാശാൻ എഴുതിയ വീണപൂവിന്റെ അവസ്ഥ. അങ്ങനെ ഒരു പൂവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ പേര് എസ്ക്വിലന്റസ് ഹൈബിസ്കസ് റോസാ സൈലൻസിസ്. എന്താണ് പേര്? ഹൈബിസ്കസ് റോസ. അപ്പൊ കുട്ടികൾക്ക് എനർജറ്റിക് ആയി അവർ ഇൻവോൾവ്ഡ് ആണ്. എന്നിട്ട് ഈ ചുമന്ന നിറത്തിലുള്ള ഭാഗത്തിന് പറയുന്ന പേര് കൊറോള. രാത്രി വിടരുന്ന എല്ലാ പൂവിനും കൊറോള വെളുത്തിരിക്കും. പകല് വിടരുന്ന മിക്കവാറും എല്ലാ പൂക്കളും മൾട്ടി കളറുള്ളതായിരിക്കും. മനസ്സിലായല്ലോ ഇല്ലേ? രാത്രി വളരുന്നത്, പകല് വളരുന്നത്, വിടരുന്നത് ചുവന്ന കളർ. അപ്പൊ ഇൻവോൾവ് കേൾപ്പിക്കുമ്പോ വ്യക്തമായിട്ട് കേൾപ്പിച്ചില്ലെങ്കിൽ ശരിക്കും മനസ്സിലാവില്ല. നിങ്ങളും മൂല്യങ്ങൾ കേൾക്കുമ്പോഴും സബ്ജക്ട് കേൾക്കുമ്പോഴും. ഞങ്ങൾക്ക് സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വിൻസെന്റ് സാറുണ്ട്. മാത്തമാറ്റിക്സ് ക്ലാസ് എടുക്കുമ്പോൾ നല്ല രസമാണ്. നല്ല കൈയിന്റെ ആക്ഷനൊക്കെ എടുത്തിട്ടാണ് ഡിഫറൻസിയേഷൻ എടുക്കുക.
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് second function into differentiation of first function, the whole divided by first function into differentiation. ഈ കയ്യൊക്കെ എടുക്കുന്നുണ്ട് ആരെ തല്ലാൻ പോവാണെന്ന് തോന്നുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇതൊക്കെ കേട്ടോണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കാൻ ആ ബോഡി ലാംഗ്വേജ് നല്ല രസമാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ എന്നാലും അപ്പൊ യഥാർത്ഥത്തിൽ ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടന്റാ ഉറങ്ങാതിരിക്കാൻ. അപ്പൊ കേൾപ്പിക്കേണ്ട രീതിയില് കേൾപ്പിക്കേണ്ടവര് കേൾപ്പിക്കേണ്ട വിഷയങ്ങള് കേൾക്കാൻ താല്പര്യമുള്ളതുപോലെ കൊടുത്താലേ കേൾക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ കേൾക്കില്ല, പലരും കേൾക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കേൾക്കാനിരിക്കണം, അതേപോലെ ചുറ്റുപാടും കാണണം. ഞാൻ ഈ സ്കൂളിലെ മാനേജ്മെന്റിനോട് പറയാൻ ആഗ്രഹിക്കാം, ഇവിടത്തെ വിദ്യാർത്ഥികള് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അവിടെ വൃദ്ധര് കിടക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കണം, രോഗികൾ കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കണം. അവിടെ ഉള്ളവര് വേദന അനുഭവിക്കുന്നതൊന്ന് തുറന്ന കണ്ണിൽ നിങ്ങൾ കാണണം. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. എല്ലാ മാസവും 2 ക്ലാസ് ഉണ്ട് എനിക്ക്. റിഫ്രഷർ കോഴ്സിന് 27 ദിവസത്തെ ക്ലാസ്സാണ് അവിടെ അധ്യാപകർക്ക് റിഫ്രഷർ കോഴ്സ്. പല സ്ഥലത്ത് നിന്ന് ഇപ്രാവശ്യം ക്ലാസ് എടുത്തു. മിനിഞ്ഞാന്ന് നാഗാലാൻഡ്, മിസോറാം, ത്രിപുരയിൽ നിന്നെല്ലാം അധ്യാപകരുണ്ടായിരുന്നു. അവരോട് എല്ലാവരോടും പറയും, 1/2 ദിവസം നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ഒന്ന് പോണം. റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക്. അവിടെ ശരീരത്തിനകത്ത് ക്യാൻസർ വന്ന് ഡൈല്യൂട്ട് ഗ്ലിസറിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോ അതിനകത്ത് നിന്ന് പുറത്ത് ചാടുന്ന പുഴുക്കളെ ഒന്ന് കാണണം നിങ്ങൾ. ചില കുട്ടികളുടെ, ചെറിയ കുട്ടികള് തൊണ്ടയിൽ ക്യാൻസർ, ആ കുട്ടിക്ക് വെള്ളം അകത്തേക്ക് ഇറക്കാനും മേല, ഛർദിക്കാനും വയ്യ. അമ്മയുടെ മടിയിലിരുന്ന് ഈ കഴുത്തിൽ ക്യാൻസർ വന്ന കുട്ടിയെ ഒന്ന് കരയുന്നത് കാണണം. ആ അമ്മ കരയുന്നത് ഒന്ന് കാണണം നിങ്ങൾ. എത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കേട്ടാലും അത് മനസ്സിലാവില്ല. ചില കുട്ടികളുണ്ട് വയറിൽ ക്യാൻസർ വന്നവര്, കഴുത്തിന്റെ സൈഡിൽ ക്യാൻസർ വന്നത്, നെഞ്ചത്ത് ക്യാൻസർ വന്നവര്, കണ്ണിനകത്ത് ക്യാൻസർ വന്നവരെ കാണാം അവിടെ ചെന്നാല്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ, യഥാർത്ഥ ജീവിതത്തിന്റെ ദുഃഖം എന്താണെന്നറിയാൻ എന്റെ മുമ്പിലുള്ള രക്ഷാകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ക്യാൻസർ വാർഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവിടേക്ക് ചെല്ലണം. അവിടെ മനുഷ്യന്റെ ശരീരം, ജീവനുള്ള മനുഷ്യന്റെ ശരീരം ചീഞ്ഞ് നാറുന്ന സ്മെല്ല് വരുന്നത് നിങ്ങൾക്ക് കാണാം. മരിച്ച മനുഷ്യന്റെ ശരീരമല്ല, ജീവനുള്ള മനുഷ്യന്റെ ശരീരം അകത്ത് ക്യാൻസർ വന്ന് ചീഞ്ഞ് നാറുന്നത് ഒന്ന് കാണാൻ, ഈ 2 കണ്ണും കൊണ്ട് കാണാൻ എന്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും സാധിച്ചാൽ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ പലതിനും വേണ്ടി കരയാറുണ്ട്, പലതിനും വേണ്ടി അമിതമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. നമുക്ക് എന്ത് ലഭിച്ചാലും സന്തോഷം ഉണ്ടാവാറില്ല. അവരിതൊന്ന് കാണണം. നമ്മൾ എന്തെല്ലാം പുതിയ കുപ്പായം ഓണത്തിന് വാങ്ങിക്കുമ്പോഴും കിട്ടിയത് പോരെന്ന് പറഞ്ഞ് കരയുമ്പോഴും മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും അറിയാൻ സാധിക്കുമ്പോഴാണ് മക്കളെ നമുക്ക് ജീവിതത്തിൽ എന്താ ഈശ്വരൻ അനുഗ്രഹിച്ചു തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. നമുക്ക് പലപ്പോഴും സംതൃപ്തിയില്ല. പല അധ്യാപകർക്കും, കോളേജ് അധ്യാപകർക്കും 32,000 രൂപയാ ശമ്പളം, എന്നാലും അവർക്ക് സന്തോഷമില്ല. അവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളൊന്ന് പോകണം ആശുപത്രിയില്, 1 പൈസ എടുക്കാനില്ലാത്ത പാവപ്പെട്ടവന്റെ വിശപ്പ് ഒന്ന് കാണണം. ജോലിയില്ലാതെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നവന് രോഗം മാറ്റാൻ 2 ഗുളിക വാങ്ങിക്കാൻ കൈ നീട്ടുന്ന സീനൊന്ന് നിങ്ങൾ കാണണം. അച്ഛനും അമ്മയും ആരാണെന്നറിയാതെ അനാഥാലയത്തിൽ വളരുന്ന കുട്ടികളുടെ അടുത്ത് ചെന്നിരുന്ന അമ്മയുടെ പേരെന്താണെന്ന് നിങ്ങൾ ചോദിക്കണം. ആ കുട്ടിക്ക് അമ്മയെ കണ്ട ഓർമ്മയില്ല, അമ്മയെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ വൃദ്ധരുണ്ട്, അനാഥരുണ്ട്, രോഗികളുണ്ട്,
വിശക്കുന്നവരുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്. അവര് ഈ തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികള് ജീവിതത്തിൽ ഇടയ്ക്ക് ചെന്നൊന്ന് കാണണം, കണ്ണ് തുറന്ന് കാണണം. പഠിക്കാനുള്ളത് മാത്രം കണ്ടാൽ പോരാ, പഠിക്കാനുള്ളത് മാത്രം കേട്ടാൽ പോരാ, മൂല്യങ്ങൾ മാത്രം കണ്ടാലും കേട്ടാലും പോരാ, ആധുനിക അറിവ് മാത്രം കണ്ടാലും കേട്ടാലും പോരാ, ജീവിത ദുഃഖങ്ങളും കൂടി കാണാനും കേൾക്കാനുമുള്ളൊരു പരിചയം എന്റെ കുടുംബാംഗങ്ങൾക്ക് ഒരിക്കൽ ലഭിച്ചാൽ നമ്മൾ ഒരിക്കലും അഹങ്കാരത്തിന്റെയും വാശിയുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയും പന്താവിലൂടെ പോവില്ല. നമ്മളെ അകത്ത് നിന്ന് കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടാവും. ഇപ്പൊ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പുറത്തുനിന്നുകൊണ്ട് ഒരാളാ. ഒരു അധ്യാപകൻ ചൂരല് പിടിച്ചോണ്ടാ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു സീൻ കണ്ടാൽ പുറത്തുനിന്ന് നിങ്ങളെ ആരും കൺട്രോൾ ചെയ്യേണ്ടി വരില്ല, അകത്ത് നിന്ന്. അതുകൊണ്ട് പഠിക്കാനുള്ളതും നന്മകളും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും സുഖങ്ങളും അവര് വളർന്നതും കാണാനുള്ളൊരു കണ്ണുണ്ടാവണം, കേൾക്കാനുള്ളൊരു ചെവി ഉണ്ടാവണം. അതേപോലെ നാക്ക് ഉപയോഗിക്കുമ്പോൾ എന്നും ശ്രദ്ധിക്കുക. ശാന്തമായിട്ട് സംസാരിക്കണം, ചിരിച്ചുകൊണ്ട് സംസാരിക്കണം, നല്ല രീതിയിൽ സംസാരിക്കണം. അനുഗ്രഹിക്കുന്ന വാക്കുകള്, അഭിനന്ദിക്കുന്ന വാക്കുകള്, ആശീർവദിക്കുന്ന വാക്കുകള്, അനുമോദിക്കുന്ന വാക്കുകള്, പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകള്, ഇത് നമ്മളുടെ നാക്കിലൂടെ പറയാൻ 10 പൈസ നമുക്ക് ചെലവില്ലെന്ന് ഓർമ്മിക്കണം. പക്ഷേ നമ്മൾ പറയാറില്ല, നമ്മൾ നല്ലത് പറയാറില്ല. നമ്മൾ എപ്പോഴും തിന്മകളാണ് പറയാൻ ആഗ്രഹിക്കുക. എന്താ സാറേ പറയുന്നത്, ഈ നാട്ടിൽ എന്താ നടക്കുന്നത് എന്നാ ചിലര് ചോദിക്കുക. എന്താ നടക്കുന്നത് എന്ന് ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്. അല്ല, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാ നടക്കുന്നത്, അല്ല എങ്ങനെയൊക്കെയാ നടക്കുന്നത് സാർ, എങ്ങനെയൊക്കെയാ നടക്കുന്നത്? ഇയാൾ ആലോചിക്കുകയാണ്. നേരത്തെ പറയാനുള്ള അബദ്ധം പറഞ്ഞു എന്തൊക്കെയാ നടക്കുന്നത്, എന്നിട്ട് എന്താന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. വെറുതെ കമന്റ് പറയുക. നല്ല മാറ്റമുണ്ട് ഈ നാട്ടില്. ഏത് ചാനൽ എടുത്തു നോക്കുക, എന്തെല്ലാം നന്മകൾ കാണാം, എത്ര മനസ്സിന് സന്തോഷം തോന്നുന്നത് കാണാം. കൈരളി ചാനല്, സൂര്യ TV, കൈരളി TV, ഏഷ്യാനെറ്റ്, അമൃത, എന്തെല്ലാം നന്മകളുണ്ട്. ഏത് സിനിമ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളാം. ആ സിനിമ അവസാനിക്കുന്നത് നന്മയിലായിരിക്കും. കള്ളൻ ഒരിക്കലും ഒരു സിനിമയിലും ജയിച്ചിട്ടില്ല. എപ്പോഴും ജയിച്ചിരിക്കുന്നത് നന്മ ചെയ്യുന്നവരാ. പിന്നെ ഒരു വ്യത്യാസം മാത്രമുണ്ട്. ചില സിനിമകള് ആ നായകനും നായികയും കല്യാണം കഴിക്കുന്നതോടുകൂടി ആ സിനിമ തീരും. പിന്നെ പ്രശ്നം തുടങ്ങുന്നത് അതിനുശേഷം, അത് കാണിക്കാറില്ല. അപ്പൊ അവിടം വരെ ഉള്ളതും പോസിറ്റീവാ. അപ്പൊ യഥാർത്ഥത്തില് നല്ല രീതിയിൽ കാണാനും കേൾക്കാനും സംസാരിക്കാനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചുറ്റും നന്മകളുണ്ട്. ആ നന്മകളൊന്ന് സംസാരിക്കാൻ സാധിക്കണം. ശരിക്കും നമ്മൾ അപ്രീസിയേഷൻ, അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് കുറേ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്, അതേപോലെ ഉപയോഗിച്ച് കുറേ മലയാളം വാക്കുകളുണ്ട്. അഭിനന്ദിക്കുക, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദിക്കുക ഒക്കെ ഉപയോഗിച്ചുള്ളതാ. ഇപ്പൊ ശരിക്കു പറഞ്ഞാൽ അകാരം ചേർത്ത നന്മ നിറഞ്ഞ വാക്കുകൾ മാത്രമെടുത്ത് നാക്കിലൂടെ പറയാൻ സാധിക്കണം. മകളെ നീ നന്നായി വരൂ കേട്ടോ, അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവും. മകനെ അടുത്ത് വിളിച്ച് തലയിൽ കൈവച്ച് ഇന്ന് നിന്റെ ജന്മദിനാണ്, അമ്മയുടെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടാവും, എന്റെ മകൻ വളരണം, ഉയരണം, അമ്മയുടെ പ്രാർത്ഥന എന്നും എന്നും ഉണ്ടാവും മോനെ എന്ന് പറയുമ്പോ എന്താ മനസ്സിനകത്ത് തോന്നുക? നമ്മളത് പറയാറുണ്ടോ? അതൊന്നും പറഞ്ഞിട്ട് അവന് ഒരു കാര്യമില്ല, അവൻ അങ്ങനെയാ, അവൻ ശരിയാവില്ല, ഞാൻ വിചാരിച്ച നിവൃത്തിയൊന്നുമില്ല, അവനെനിക്ക് വിശ്വാസമില്ല, അവൻ എന്തു പറഞ്ഞാലും ഞാൻ പ്രിൻസിപ്പാളെ വിളിച്ച് ചോദിക്കും ശരിയാണോ എന്ന്. പിന്നെ പ്രിൻസിപ്പാൾക്ക് ഈ 1500 കുട്ടികളിൽ ഇവനെ നോക്കലല്ലേ ജോലി ഒക്കെയാ നമ്മൾ ധരിക്കുക. നമ്മൾ തന്നെ നാക്കുപയോഗിച്ച് നന്നാവില്ല, ശരിയാവില്ല. അവൻ എന്റെ മകനായി ജനിച്ചത് എന്റെ പാപം കൊണ്ടാണ്, ഇങ്ങനെ ഒരു ഗതികേട് എനിക്കുണ്ടായി, എനിക്ക് നിന്നെ വിശ്വാസമില്ല, നീ അപ്പുറത്തെ കുട്ടിയെ കണ്ടു പഠിക്കുക, നീ പാസ്സാവുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്, ഇങ്ങനെ പഠിച്ചാൽ നിന്റെ കാര്യം പോക്കാൻ.
അമ്മ മക്കളുടെ തലയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഞാൻ പറയാറുണ്ട്, ആ അമ്മയ്ക്ക് അവസാന കാലത്ത് വെള്ളം കിട്ടില്ല. കാരണം ജന്മം നൽകി വളർത്തി വലുതാക്കിയ മക്കളെ ശപിക്കുക തമാശനാണെങ്കിലും, ഈ മക്കള് ശരിയായില്ലെങ്കിൽ ആ മക്കള് ശരിയാവാത്തതിന്റെ ഉത്തരവാദിത്വം ആ മക്കള് തിരിച്ചു പറഞ്ഞെന്ന് വിചാരിക്കാം. അമ്മ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്നാവില്ല എന്ന്. പിന്നെ ഞാൻ നന്നാവുന്നത് എന്തിനാ അമ്മേ? എനിക്ക് നന്നാവേണ്ട ബാധ്യതയില്ല. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്നാവില്ല എന്ന്. എന്നെ പോലൊരു മകനെ കിട്ടിയത് അമ്മയുടെ ഗതികേടാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാനും പറയുന്നു അമ്മയെ പോലൊരു അമ്മയെ കിട്ടിയത്. പറഞ്ഞാലോ? മറ്റു വേറെ കുട്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അടുത്തൊരു വരി പറയുന്നില്ല. മുതിർന്നവർ മാത്രമേ ആയിരുന്നുള്ളൂ എങ്കിൽ ഞാൻ അതുകൂടി പറഞ്ഞേനെ. ഏതായാലും ഒന്ന് ഓർമ്മിക്കാം, ജന്മം നൽകി വളർത്തി വലുതാക്കിയ മക്കളെ ആശീർവദിക്കാനും അനുമോദിക്കാനും അഭിനന്ദിക്കാനും അവർക്ക് ചോറ് വിളമ്പിക്കൊടുക്കുമ്പോൾ അടുത്തിരുന്ന് അവരുടെ ദുഃഖങ്ങളൊന്ന് കേട്ട് ആശ്വസിപ്പിക്കാനും അവരെ നല്ല രീതിയിൽ വളർത്താനും ഒരു 10 മിനിറ്റ് ഒരു ദിവസം ചെലവഴിക്കാൻ ഒരമ്മയ്ക്ക് സാധിക്കണം. സാധിക്കില്ലെങ്കിലും ഞാൻ പറയണില്ല, സാധിക്കണം. ചോറ് വിളമ്പിക്കൊടുക്കണം. അവൻ വരുന്നത് കാണുമ്പോൾ മുഖത്ത് ചിരി ഉണ്ടാവണം. ഒന്ന് കൈ കൊണ്ട് തലോടണം. തിരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോ, ബസ്സിൽ കയറി പോകുമ്പോ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കൈ വീശാൻ സാധിക്കണം. അറിയാതെ പറയരുത് നീ പോയിട്ട് വേണം വാതിലടയ്ക്കാന്ന്. ചില ഭർത്താക്കന്മാരോട് ഭാര്യമാര് പറയാറുണ്ട്, നിങ്ങൾക്ക് പോവാറായെങ്കിൽ പോകണം, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോവാൻ, വാതിലടച്ചിട്ട് വേണം. അതൊരു ശാപവാക്കാണ്. ഒരു 5 മിനിറ്റും കൂടി ഇരിക്കണം. ഭൂമി തൽക്കാലം കറങ്ങൽ നിർത്തണമെങ്കിൽ ഭൂമി കറക്കം നിർത്തും. പക്ഷെ ഈ വാക്കുകൾ ഉപയോഗിക്കരുത്. ഈ നാക്കുപയോഗിച്ച് 14 സെന്റിമീറ്റർ നീളമുള്ള നാക്കുപയോഗിച്ച് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത്. ആകാശത്തിന്റെ മുകളിൽ ഒരു സ്വർഗവും ഇല്ല, ഭൂമിയുടെ താഴെ ഒരു നരകവുമില്ല. ഒരു മതത്തിലും അങ്ങനെ ഒരു സ്വർഗവും നരകവും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സ്വർഗം മുകളിലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. മുകളിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉയർന്ന പൊസിഷൻ. നരകം താഴെ, താഴ്ന്ന പൊസിഷൻ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയർച്ച ഉണ്ടാവുക, നരകത്തിൽ പോവാന്ന് വെച്ചാൽ താഴ്ച ഉണ്ടാവുക. ആകാശത്തിന്റെ മുകളിലെന്ന് ആരോ ഇടയ്ക്ക് ചേർത്തതാ. അങ്ങനെ ആകാശത്തിന്റെ മുകളിലല്ല സ്വർഗം. ഉയർന്ന എലിവേറ്റഡ് പൊസിഷൻ ഈസ് ഹെവൻ ആൻഡ് ഓട്ടോമാറ്റിക്കലി ദ ഡിപ്രസ്ഡ് പൊസിഷൻ ഈസ് ഹെൽ. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഈ നാക്കുകൊണ്ട് ഏതിനെയും നമുക്ക് മാറ്റാൻ സാധിക്കും. ഒരാൾ എന്നോട് പറഞ്ഞു, സർ രാമായണ മാസാണ്, എനിക്ക് ആ രാമായണത്തിലെ മന്ദരയെ കുറിച്ച് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് സർ. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് രാമായണത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം മന്ദരയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഞാൻ അദ്ദേഹത്തിനെ വെക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. എന്റെ ഉത്തരം ശരിയാണ്. രാമായണം എഴുതിയതാരാ? രാമായണം ഉണ്ടാക്കിയതാരാ? മന്ദരയാ. മന്ദര കൈകേയിയോട് ഉപദേശിച്ചില്ലായിരുന്നെങ്കിൽ, രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന് മന്ദര ഉപദേശിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസം രാമന്റെ പട്ടാഭിഷേകം നടക്കും. അപ്പൊ രാമൻ രാജാവാവും. 1 വർഷം കഴിയുമ്പോ രാമന്റെ മന്ത്രിസഭയുടെ 1-ാം വാർഷികം. 5 വർഷം കഴിയുമ്പോ 10, അന്ന് ഇലക്ഷൻ ഇല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട്. 5 വർഷം കഴിയുമ്പോ, 10 വർഷം കഴിയുമ്പോ, 25 വർഷം കഴിയുമ്പോ സിൽവർ ജൂബിലി, 50 വർഷം കഴിയുമ്പോ ഗോൾഡൻ ജൂബിലി, 75 വയസ്സ് വരെ രാമൻ ജീവിച്ചിരുന്നാൽ പ്ലാറ്റിനം ജൂബിലി. ഒരു 90-92 വയസ്സായി രാമൻ എന്ന് വിചാരിക്കുക. മാതൃഭൂമിയുടെ 8-ാമത്തെ പേജില് വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് വാർത്തയും വരും. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് രാമായണം എഴുതിയാൽ എത്ര ഉണ്ടാവും? കൂടി വന്ന 10 പേജ്. ഇപ്പൊ എത്ര പേജ് ഉണ്ട്? 1100 പേജ്. എത്ര ശ്ലോകമുണ്ട്? 24,000 ശ്ലോകം. ഇത്രയും വലിയൊരു രാമായണം ഉണ്ടാക്കിയത് ആരാപ്പോ? മന്ദരയല്ലേ. മന്ദര കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ രാമായണം ഉണ്ടാവില്ല. ഇന്ന് മന്ദരയില്ല, രാമനില്ല, ലക്ഷ്മണനില്ല, ഭരതനില്ല, ശത്രുഘ്നനില്ല, വാൽമീകിയില്ല. പക്ഷെ ഒന്നുണ്ട്. എന്താ? രാമായണം ഇന്നുണ്ട്. അതിന്റെ കഥാപാത്രങ്ങളില്ല, രാമായണം ഉണ്ട്. അപ്പൊ നെഗറ്റീവിനെ പോസിറ്റീവാക്കാൻ നിങ്ങളുടെ നാക്കുകൾക്ക് സാധിക്കണം. നിങ്ങളുടെ പ്ലൂരൽ. അതുകൊണ്ട് നാക്കുകൾക്ക്, അതുകൊണ്ട് നാക്കിന് എന്നല്ല ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും
ആ 14 സെന്റിമീറ്റർ നാക്ക് 32 പല്ലുകൾക്കകത്താ വെച്ചിരിക്കുന്നത്. എന്താ കാരണം? ചെവിക്ക് വല്ല കുഴപ്പമുണ്ടായാൽ ചെവി അനുഭവിക്കും, കണ്ണിന് കുഴപ്പമുണ്ടായാൽ കണ്ണനുഭവിക്കും, മൂക്കിന് കുഴപ്പമുണ്ടായാൽ മൂക്ക് അനുഭവിക്കും, നാക്കിന് കുഴപ്പമുണ്ടായാൽ അനുഭവിക്കുന്നത് പല്ലാണ്. നാക്കിന് കുഴപ്പമുണ്ടായാൽ പോകുന്നത് എന്താണ്? പല്ലാണ്. നാക്ക് പോവില്ല, കാരണം അടി കൊള്ളുന്നത് പല്ലിനാണ്. അപ്പോഴും നാക്കിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഈശ്വരൻ നിർത്തിയിരിക്കുന്നത്. ആ നാക്ക് ശാന്തമായി സംസാരിക്കാൻ സാധിക്കും. നമ്മൾ ചിലപ്പോ ഒക്കെ പറയാറുണ്ട്, താനൊന്ന് ഇവിടം വരെയും വരിക. ഞാൻ കൊച്ചിൻ കോളേജിലെ അധ്യാപകനായിരുന്നു. ഒരു സമരം ഉണ്ടായിരുന്നു. അപ്പൊ വിദ്യാർത്ഥികൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ക്ലാസ് വിടണമെന്ന്. ഞാൻ കൈയ്യെട്ടി നിന്ന് പറഞ്ഞു, ഈ ഒരു കുട്ടിയോടും എന്റെ ക്ലാസ്സിൽ ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു കുട്ടിയോടും ക്ലാസ്സിൽ നിന്ന് പോകാനും ഞാൻ പറയില്ല. സമരം അപ്പുറത്തെ ഗേറ്റിൽ ഇരുന്നോണ്ട്, ഡോറിലിരുന്നോണ്ട് വിദ്യാർത്ഥികൾ കുറെ ഒച്ചയെടുത്തു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റുഡന്റ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സാർ ഒന്നില്ലെങ്കിൽ ക്ലാസ് വിടുക, അല്ലെങ്കിൽ സാർ അവിടെ നിൽക്കുമ്പോ ഞങ്ങൾ ഇറങ്ങിപ്പോകും. ഞാൻ നിങ്ങളോട് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ കോളേജിൽ നിന്ന് സാലറി വാങ്ങിക്കുന്നത് ഈ മണിക്കൂർ ഇവിടെ ക്ലാസ് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ളവരിയ്ക്കാം, അല്ലാത്തവർക്ക് പോവാം, എന്തു വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു സ്റ്റുഡന്റ് മാത്രം ഇറങ്ങിപ്പോയി. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോ അവൻ എന്നെ ശരിക്കും ചീത്ത പറഞ്ഞു. ഞാൻ ചിരിച്ചോണ്ട് സ്റ്റാഫ് റൂമിൽ കയറി വൈകുന്നേരം ആ പയ്യനെ വിളിച്ചു. എന്നിട്ട് എന്റെ അധ്യാപകരുടെ റൂമിലെ കസേരയിൽ ഇരുത്തിയിട്ട് പുറകിൽ തലോടി പറഞ്ഞു, മോൻ എന്നെ പറഞ്ഞതൊന്നും എനിക്കൊന്നും ആയിട്ടില്ല, പക്ഷേ മോനിവിടെ വന്ന് 25 രൂപ ഫീസ് കൊടുക്കുന്നത് പഠിക്കാനാണ്, ഞാനിവിടെ വന്ന് ശമ്പളം മേടിക്കുന്നത് പഠിപ്പിക്കാനാണ്. നിങ്ങളോട് ആരോടും ക്ലാസ്സിൽ ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ മാറിയിട്ട് പതുക്കെ തലോടിയിട്ട് അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പറഞ്ഞു, ഇന്ന് സംഭവിക്കുന്നത് മറ്റൊരു അധ്യാപകർക്ക് മോനിൽ നിന്ന് സംഭവിക്കാതിരിക്കാൻ ജഗതീശ്വരൻ മോനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചുവിട്ടു. ഫെബ്രുവരി 3-ാം തീയതി 1980 ഡോക്ടറേറ്റിന് വേണ്ടി ഹൈദരാബാദിലേക്ക് പോയപ്പോ ആ സ്റ്റുഡന്റ് മാത്രമാണ് എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ബാക്കി ആരും വന്നില്ല. എന്നെ യാത്രയാക്കാൻ വന്നത് ഈ ക്ലാസ്സില് ശക്തമായ ഭാഷയിൽ എന്നെ ചീത്ത പറഞ്ഞ ആളാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മളുടെ നാക്ക് ഈ ലോകത്തിലെ നന്മകൾ, മൂല്യാധിഷ്ഠിത ജീവിതം, നന്മകൾ കേൾക്കുക, കേൾപ്പിക്കുക, കാണുക, നന്മകൾ മറ്റുള്ളവർക്ക് കാണിപ്പിച്ചു കൊടുക്കുക, നന്മ നിറഞ്ഞ രീതിയിൽ സംസാരിക്കാം, അധ്യാപകനോട്, അമ്മയോട്, അച്ഛനോട്, സഹപ്രവർത്തകരോട് ശാന്തമായ ഭാഷയിൽ സംസാരിക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, വേണ്ടത് മാത്രം സംസാരിക്കാം, വേണ്ടപ്പ സംസാരിക്കാം, വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാം, വേണ്ടാത്തത് സംസാരിക്കാതിരിക്കാം, വേണമെന്നില്ലെന്ന് തോന്നുന്നവരോട് സംസാരിക്കാതിരിക്കാം. അപ്പോ വാട്ട് ടു ടോക്ക്, വെൻ ടു ടോക്ക്, ഹൗ ടു ടോക്ക്, വൈ ടു ടോക്ക്, ഹു ആർ യു ടു ടോക്ക്, ടു ഹും ടു ടോക്ക്, ഹൗ ടു ടോക്ക്. 7 ചോദ്യം. വൈ, വാട്ട്, വെൻ, വെയർ, ഹു, ഹും, ഹൗ. നാക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി സംസാരിക്കാറേ ഇല്ല. അത് കാരണം നോക്കുക, പത്രത്തിൽ ഒരു വാർത്തയില്ല. അങ്ങേര് വല്ലതും സംസാരിച്ചിരുന്നെങ്കിൽ ഇവിടെ കത്തിയേനെ. ഒറ്റ അക്ഷരയില്ല. മിനിഞ്ഞാന്ന് വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ വിളിക്കാം. അതോടുകൂടി ഒന്നും ചോദിക്കാനും പറ്റില്ല. അപ്പൊ നാക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്തു? തൽക്കാലം വരണ്ട, വല്ലതുണ്ടെങ്കിൽ അറിയിക്കാം. മൃദാനന്ദമയി പറയും, ഏത് എഴുതിയാലാണോ ചുമരില് മറ്റൊരെഴുത്തും വരാത്തത് അത് എഴുതണം മക്കളെ എന്ന്. ഏത് എഴുതിയാലാണോ ചുമരില് മറ്റൊരെഴുത്തും വരാത്തത് അത് എഴുതണം. അതെന്താണ്? പരസ്യം പതിക്കരുത് എന്ന് ചുമരിൽ എഴുതിയാൽ പിന്നെ ഒന്നും ആ ചുമരിൽ വരില്ല, അല്ലേ? പരസ്യം പതിക്കരുതെന്ന് ചുമരിൽ എഴുതിയാൽ പിന്നെ ആ ചുമരിൽ ആരും ഒന്നും എഴുതില്ല. അതേപോലെ മനസ്സിനകത്ത് നന്മ വരണം എന്നെഴുതിയാൽ തിന്മകള് വരില്ല. നല്ലതേ വരാവൂ എന്ന് നാക്കിൽ വന്നെന്ന് വിചാരിക്കാം, ആവശ്യമില്ലാത്തത് സംസാരിക്കില്ല.
ഞാൻ ചിലപ്പോ ചിലരോട് പറയാറുണ്ട്, ചില ഭർത്താക്കന്മാര് ഭാര്യമാരോട്, ഭർത്താവ് ഭാര്യയോട്, ആദ്യം പറഞ്ഞത് പ്ലൂരല്, രണ്ടാമത് പറഞ്ഞത് സിംഗുലർ. ഭർത്താവ് ഭാര്യയോട് പറയും, ഈ സാമ്പാറിന് ഉപ്പുമില്ല മുളകുമില്ല, മനുഷ്യൻ തിന്നില്ല. അപ്പൊ ഭാര്യ എന്ത് പറയും? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്. എന്താ കാരണം? അതിനകത്ത് അവസാനത്തെ ഒരു വാക്കുണ്ട്, മനുഷ്യൻ തിന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ മനുഷ്യന്റെ കാറ്റഗറിപ്പെട്ട ആളല്ല. അപ്പൊ ആരാ വടി കൊടുത്തത്? അടി വാങ്ങിയതാരാ? നേരെ മറിച്ച് അത് തന്നെ മാറ്റി പറഞ്ഞു എന്ന് വിചാരിക്കാം, ഈ സാമ്പാറിന് കുറച്ച് ഉപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായി. ഒരുപക്ഷെ ഭാര്യ പറയുമായിരിക്കും, നിങ്ങൾ പോയിട്ട് ഇട്ടൂടെ നിങ്ങൾക്കെന്ന്. അല്ല, ഞാൻ ഇടാൻ പോവാണ്, നീ അടുക്കളയിൽ പോവാണെങ്കിൽ കൊണ്ടുവരാൻ പറയാം. എന്നിട്ട് നമ്മൾ വീട്ടിൽ പറയാം, എന്തിനാണ് ഈ ടി വി നോക്കിയിരിക്കുന്നത്? ആരാടി പറഞ്ഞ ടി വി നോക്കിയിരിക്കാൻ? നാളെ പരീക്ഷയാണെന്ന് അറിഞ്ഞൂടേടി എന്ന് പറഞ്ഞാൽ മക്കൾ എന്താ പറയാ? ഞാൻ ഈ ടി വി നോക്കാനൊന്നും ഇരുന്നതല്ല, ആരോ ഓൺ ചെയ്ത് വെച്ചു, ഞാൻ മുമ്പിലിരുന്നു. നാളെ പരീക്ഷയാണെന്ന് അറിഞ്ഞൂടേടി? എനിക്കറിയാം, അതുകൊണ്ടല്ലേ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മയ്ക്ക് മനസ്സിലായത്. ആര് പരീക്ഷ എഴുതാൻ പോടി? അമ്മ പോയാൽ നന്നായി, അല്ലെങ്കിൽ ഞാൻ പോവാം. ഇത് തിരിച്ചു പറഞ്ഞൂടെ? നാളെ എൻ്റെ മോൾക്ക് പരീക്ഷയാണ്, മോള് പരീക്ഷ എഴുതാൻ പോണം, അമ്മയ്ക്ക് അനുഗ്രഹിക്കാനും ആശീർവദിക്കാനേ സാധിക്കുള്ളൂ. വേണമെങ്കിൽ അമ്മ കട്ടൻ കാപ്പി ഉണ്ടാക്കി തരാം, രാത്രി കൂട്ടത്തിലിരിക്കാം, പക്ഷെ അമ്മയ്ക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. എൻ്റെ മോള് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എഴുതണം, അമ്മയുടെ ഒരു ആഗ്രഹമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്ത് വ്യത്യാസമുണ്ട് ഇല്ലേ? പോലീസുകാർ ചിലപ്പോൾ പറയും, ഇറങ്ങടാ പട്ടി എന്നാ പറയുന്നത്. സർ, അങ്ങനെ ഒന്നും പറയണ്ട സർ, നല്ല രീതിയിൽ പറഞ്ഞാലും ആൾക്കാർ ഇറങ്ങും സർ. പിന്നെ ആ പോലീസുകാരൻ മറ്റത് ഉപയോഗിച്ചിട്ടില്ല ജീവിതത്തിൽ. അങ്ങേത് തന്നെ എന്നോട് പറഞ്ഞതാ, ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ പദപ്രയോഗം നടത്തി. അയാൾ ഇറങ്ങി പോലീസുകാരോട് പറഞ്ഞു, സാർ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കണ്ട, സാർ ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങാതിരിക്കില്ല. സാറ് കാവി വസ്ത്രം എടുത്തിരിക്കുന്നു, കാവി ഡ്രസ് ഇട്ടിരിക്കുന്നു, കാക്കി ഡ്രസ് ഇട്ടിരിക്കുന്നു, സാറ് പോലീസാണെന്നറിയാം, സാർ ഇറങ്ങാൻ പറഞ്ഞ ആരും ഇറങ്ങാം. സാർ എന്തിനാ രണ്ടാമത്തെ വാക്ക് ഉപയോഗിച്ചത്? ആ നാക്ക് ഉപയോഗിച്ചതുകൊണ്ട് മറ്റേയാളുടെ നാക്ക് പിന്നെ നെഗറ്റീവ് ഉപയോഗിച്ചിട്ടില്ല. എത്ര നന്നായിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. മൂല്യാധിഷ്ഠിത ജീവിതത്തില് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. അവനവൻ ഉയരണം, അവനവൻ അപകീർത്തിപ്പെടുത്തരുത്, അവനവന്റെ ബന്ധു അവനവനാണെന്നറിയണം, അവനവന്റെ ശത്രു അവനവനാവരുത്. 75 വയസ്സുവരെ ഏകദേശം ജീവിക്കുന്ന നമ്മള് 60 ടൺ ഭക്ഷണം കഴിച്ച് 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്ത് ജന്മദിനത്തിന് ശേഷം അവസാനത്തെ ദിവസം വരെ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു എന്നല്ല, ജീവിക്കുന്നിടത്തോളം നന്മ നിറഞ്ഞ രീതിയിൽ ജീവിച്ച് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ശാശ്വതമായ നന്മ വരുത്താൻ അധ്യാപകനിൽ നിന്ന് കാൽഭാഗം, അവനവൻ തന്നെത്താനെ കാൽഭാഗം, മറ്റുള്ളവരിൽ നിന്ന് കാൽഭാഗം അറിവ്, പിന്നെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും വരുത്തിയിട്ട് മൂല്യാധിഷ്ഠിതമായ അറിവ്, സിമന്റ് പോലെ ഉയരങ്ങളിലേക്ക് പോകാൻ ആധുനിക അറിവ് ഇഷ്ടിക പോലെ ചേർത്ത് സൗന്ദര്യമുള്ള കുറെ കാലം നിലനിൽക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ നന്മകൾ കേൾക്കാനും കേൾപ്പിക്കാനും, നന്മ നിറഞ്ഞത് കാണാനും കാണിപ്പിക്കാനും, നന്മ നിറഞ്ഞത് സംസാരിക്കാനും സംസാരിപ്പിക്കാനും, അതുപോലെ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും സാധിക്കണം. നല്ല ചിന്തകള്, എന്തെല്ലാം നെഗറ്റീവ് മനസ്സിൽ വരുമ്പോഴും ചിന്തകളൊന്ന് മാറ്റാം. വാശി വരുമ്പോ ചിലർ പറയാറുണ്ട്, സാർ മനസ്സിനകത്ത് ഇങ്ങനെ കത്തുകയാണ് സാറേ. അപ്പൊ ഞാൻ പറയാറുണ്ട്, എന്താ കത്താൻ കാരണം? ചിന്തകൾ കത്തുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത് വരാൻ കാരണം. പിന്നെ ചിന്തകൾ പോവാതിരിക്കാൻ എന്താ ചെയ്യാ സാറേ? ഒരു വിഷമവും ഇല്ല. മനസ്സ് കത്തുമ്പോ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ മോഹൻലാലിനെ കുറിച്ച് ഓർക്കാം. ഏതാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ മോഹൻലാൽ? ചിന്തകൾ മാറും, ചിന്തകൾ പെട്ടെന്ന് മാറും. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ആലോചിക്കാം. പെട്ടെന്ന് ചിന്തകൾ മാറ്റാം. തീരെ വലിയ ദുഃഖം വരുന്നു, നല്ലൊരു പാട്ട് പാടാം, നല്ലൊരു പാട്ട്. ചക്കര പന്തലിൽ തേന്മഴ പൊഴിയും. ഞാൻ പാട്ട് പാടിയാ നിങ്ങൾ എഴുന്നേറ്റ് പോകും. അപ്പൊ യഥാർത്ഥത്തില് അപ്പൊ ഒരു പാട്ട് പാടാം. സർ പാട്ട് അറിഞ്ഞൂടാ, വെറുതെ താളം പിടിക്കുക, മനസ്സിന്റെ ചിന്തകൾ മാറും. ചിത്തവൃത്തി നിരോധ വൃത്തി സാരൂപ്യമിതറത്ര, പതഞ്ജലിയുടെ യോഗശാസ്ത്രം. വേണ്ടാത്തത് മനസ്സിനകത്തേക്ക് വരുമ്പോ നമ്മൾ കേട്ടത്, കണ്ടത്, സംസാരിച്ചത്, പ്രവർത്തിച്ചതിലേക്ക് ചിന്തകൾ കൊണ്ടുപോവുക.
നിങ്ങൾ തികച്ചും വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനായി മാറും. അതുകൊണ്ട് ചിന്തകളില് എപ്പോഴും ഓർമ്മിക്കാം, ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ജീവിതത്തിൽ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്. ജീവിതത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. നമ്മളെ നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാ ജീവിതം. അത് ചിന്തയിൽ എന്നും വേണം. നല്ലത് മാത്രമുള്ള ജീവിതം ഇല്ല, നന്മ നിറഞ്ഞ മാത്രം ജീവിതം എന്നൊരു ജീവിതം ഇല്ല. അതുകൊണ്ട് മനസ്സിനകത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, എല്ലാ നന്മകളുടെയും ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാം. എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം അവനവനെ ഏറ്റെടുക്കുക. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ലോക ജനത നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങും. നല്ലൊരു മനസ്സ്. ശരിക്കും മാൻ എന്ന ഇംഗ്ലീഷ് വാക്ക് എങ്ങനെയാ ഉണ്ടായത്? മാൻ എന്ന ഇംഗ്ലീഷ് വാക്ക് മനഹ എന്ന സംസ്കൃതത്തിൽ നിന്നുണ്ടായതാ. മനസ്സ്, മനഹ. ആ മനഹ എന്ന സംസ്കൃതത്തിൽ നിന്നാണ് മാൻ ഉണ്ടായത്. മാൻ എന്ന വാക്കിൽ നിന്നാണ് മാനേജർ, മാനേജർ, മാനേജ്മെന്റ്, മാനേജ്മെന്റ് സയൻസ്, മാനേജിങ് എല്ലാം ഉണ്ടായത് മാൻ എന്ന വാക്കിൽ നിന്നാണ്. അപ്പൊ മനസ്സിനകത്താണ് നമ്മൾ ചിന്തകളെ രൂപം കൊള്ളുന്നത്. എന്തു സംഭവിച്ചാലും തളരരുത്. അതൊക്കെ അഭിമുഖീകരിക്കാനുള്ളൊരു ചങ്കൂറ്റം എന്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും ഉണ്ടാവണം. നല്ല കട്ടിയുള്ള മനസ്സ്, പക്ഷെ വേദന കാണുമ്പോൾ ഉരുകുന്ന മനസ്സ്. കട്ടിയുള്ള മനസ്സ്, വേദന കാണുമ്പോൾ ഉരുകുന്ന മനസ്സ്. മറ്റുള്ളവന്റെ ദുഃഖവും വേദനയും കാണുമ്പോ ഈ മനസ്സിനകത്ത് മാറ്റം ഉണ്ടാവണം. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ തളരരുത്. അതാണ് ജീവിതത്തിലെ മൂല്യങ്ങള്. 13 കുട്ടികളുള്ള വീട്ടില് മുക്കുവ കുടുംബത്തിൽ ജനിച്ച ആളാണ് ഡോക്ടർ അബ്ദുൽ കലാം. 3ാം ക്ലാസ്സില് ലക്ഷ്മണയ്യർ എന്നൊരു അധ്യാപകൻ അബ്ദുൽ കലാമിന്റെ പുറകിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ആകാശം മുട്ടെ മോൻ ഉയരണമെന്ന് അബ്ദുൽ കലാമിനോട്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആകാശം മുട്ടെ ഉയരണം. അങ്ങനെ ഉയരാൻ സാധിച്ചു. എന്താ കാരണം? മനസ്സിനകത്ത് ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ അമേരിക്കയിൽ ആയിരുന്ന സമയത്ത് ഒരു ചിത്രം കണ്ടു. ഒരു യുദ്ധവിമാനത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം യാത്ര ചെയ്യുന്നത്. 76 വയസ്സായ ഒരാള് ഈ ശബ്ദത്തേക്കാൾ വേഗത്തിൽ തിരിഞ്ഞു മറഞ്ഞു പോകുന്ന ഒരു വിമാനത്തിൽ കയറി അദ്ദേഹം തിരിച്ച് ലാൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിനെ ഒന്ന് കാണേണ്ടിയിരുന്നു. അമേരിക്കയിൽ എല്ലാ TV ലൈനുകളും ഇത് കാണിച്ചിരുന്നു. 76 വയസ്സ് കഴിഞ്ഞ് പൈലറ്റിന്റെ കോക്പിറ്റിൽ ഇരുന്നോണ്ട് ഒരാൾ യാത്ര ചെയ്യാം, ചിന്തിക്കാൻ പറ്റില്ല. എന്താ കാരണം? അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ദൃഢനിശ്ചയം. അത് നിങ്ങൾക്ക് മാതൃകയാവണം. എന്നും എന്നും മാതൃകയാവണം. മനസ്സാണ് പലതിനെയും കീഴ്പ്പെടുത്തുന്നത്, ശരീരമല്ല. അതുകൊണ്ട് എന്നും നന്മ നിറഞ്ഞ രീതിയിൽ കേൾക്കുക, കാണുക, സംസാരിക്കുക, ചിന്തിക്കുക. അവസാന ഭാഗത്തിലേക്ക് വരുമ്പോ പറയാൻ, ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ്. ആ അമ്മയുടെ അനുഗ്രഹം മക്കളെ നിങ്ങൾ തലയിൽ അമ്മയുടെ കൈവച്ച്, നിങ്ങളുടെ തലയിൽ അമ്മയുടെ കൈവച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ സാധിക്കണം. തത്തുല്യമായിട്ടുള്ള അനുഗ്രഹം അച്ഛന്റെ അനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ അമ്മയുമായിട്ട് പങ്കുവെക്കണം. അമ്മയ്ക്ക് ദേഷ്യം വന്നാലും അമ്മ ഒരിക്കലും മക്കളെ ശപിക്കില്ല. പക്ഷേ അമ്മയെ വേദനിപ്പിച്ചാൽ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന വേദന മക്കളുടെ ശിരസ്സില് ശാപമായിട്ട് തീരും. അത് അവസാനത്തെ ശ്വാസം വരെ ഉണ്ടാവും. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്ത പാലക്കാട് പ്രസിദ്ധമായൊരു സ്കൂളിൽ പോയപ്പോ കേൾക്കാൻ സാധിച്ചു. നിറച്ച് കന്യാസ്ത്രീകളാ ക്ലാസ് എടുക്കുന്നത്.
പാലക്കാടിലെ ഏറ്റവും ഫേമസ് സ്കൂള്. ഞാൻ ഇതേപോലെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പോകുമ്പോ പ്രിൻസിപ്പാള്, മദർ സുപ്പീരിയർ, കന്യാസ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു, സാറിനോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടത്തെ പെൺകുട്ടികൾക്ക് അവരുടെ അമ്മയെ കണ്ണി കണ്ടൂടാ. അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യാണ്. സാർ, അടുത്ത പ്രാവശ്യം വരുമ്പോ സാർ ഈ അവസാന ഭാഗം പറഞ്ഞത് ഒന്നുകൂടി പറയണം. അവർക്ക് അമ്മയോട് ദേഷ്യാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തില് ചീത്ത അമ്മ എന്നൊരമ്മ ഇല്ല. മക്കളുടെ മുമ്പില് അമ്മയ്ക്ക് സ്വാർത്ഥതയില്ല. ബാക്കി എവിടെയുണ്ടെങ്കിലും ആ അമ്മയുടെ അവസാന ശ്വാസം വരെ, ഒന്നുകൂടി ഞാൻ തിരുത്തി പറയുന്നു, മാതാപിതാക്കളുടെ അവസാനത്തെ ശ്വാസം വരെ സംരക്ഷിക്കേണ്ട കർത്തവ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങളെ വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കളുടെ കൈപിടിച്ച് നടത്തിക്കേണ്ട ഒരു കാലമുണ്ടാകും. നിങ്ങളെ ചെറുപ്പത്തിൽ കൈപിടിച്ച് നടത്തിച്ച ആ അമ്മയും അച്ഛനും വൃദ്ധരാകുമ്പോൾ അവരെ വൃദ്ധസദനത്തിലാക്കരുത്. അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാനുള്ള അവസരം ഉണ്ടാക്കരുത്. മക്കള് കാരണം മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്നാൽ അത് ആ മക്കളുടെ തലയിലേൽക്കുന്ന ശാപമാണ്. ഓർമ്മിക്കാം, ജഹാംഗീറിനെ അക്ബർ തടവിലാക്കി, അക്ബറിനെ ഷാജഹാൻ തടവിലാക്കി, ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കി, ഔറംഗസീബിനെ മൊറാദ് തടവിലാക്കി, മൊറാദിനെ ദാവീദ് തടവിലാക്കി. ദാവീദ് കാളവണ്ടി മുട്ടി മരിച്ചു. 7 തലമുറ അച്ഛൻ പിതാവിനെ തടവിലാക്കി ജയിലിലടച്ച തലമുറ. അച്ഛനും അമ്മയ്ക്കും കൊടുത്തതെന്തോ അത് തന്നെയായിരിക്കും മക്കള് നിങ്ങൾക്ക് തരിക. ഫോർ എവ്രി ആക്ഷൻ there is an equal and opposite reaction. മാതാപിതാക്കളെ കുത്തുവാള എടുപ്പിച്ച മക്കൾക്ക് അവരുടെ മക്കളിൽ നിന്ന് കിട്ടുന്നത് അത് തന്നെയായിരിക്കും. അത് പ്രകൃതി നിയമമാണ്. അത് സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞു എന്നേ ഉള്ളൂ, കണ്ട് പഠിച്ചു എന്നേ ഉള്ളൂ, ഉണ്ടാക്കിയതല്ല. ഇവിടെ ഉണ്ടായിരുന്നതാ പ്രകൃതി നിയമം. അതുകൊണ്ട് അമ്മമാരോട് പറയുന്നു, എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കണം. സന്തോഷത്തോടു കൂടി കഴിക്കണം. ഭർത്താവിന് ഒരു കപ്പ് ചായ ഭാര്യ ഉണ്ടാക്കി കൊടുക്കണം, അടുത്തു ചെന്ന് കൊടുക്കണം. ഭർത്താവിന് ഭാര്യ ചോറ് വിളമ്പി കൊടുക്കണം. എത്ര കാലം ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കാൻ ഭാഗ്യമുണ്ടെന്നറിഞ്ഞുകൂടാ. ഭാര്യയുടെ കയ്യിൽ നിന്ന് ചോറ് വിളമ്പി വാങ്ങിച്ചു കഴിക്കാൻ ഭർത്താവിന് എത്ര കാലം യോഗം ഉണ്ടെന്നറിഞ്ഞൂടാ. മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ അമ്മയ്ക്ക് എത്ര കാലം സാധിക്കുന്നറിഞ്ഞൂടാ. അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി കഴിക്കാൻ മക്കൾക്ക് എത്ര കാലം യോഗം ഉണ്ടെന്നറിഞ്ഞൂടാ. എന്ന് വേണമെങ്കിലും നമ്മളിൽ ആരെങ്കിലും മരിക്കാം, നമ്മൾ ആക്സിഡന്റ് പറ്റിക്കിടക്കാം. അതുകൊണ്ട് മക്കൾക്ക് തോന്നണം, ഇതുപോലെ ഒരമ്മയുടെയും അച്ഛന്റെയും മക്കളായി ജനിച്ചത് ഭാഗ്യം കൊണ്ടാണ് എന്ന് മക്കൾക്ക് തോന്നണം. ഇതുപോലൊരു മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് ഈശ്വരാനുഗ്രഹം കൊണ്ട്. അച്ഛനും അമ്മയും പറയണം, നിങ്ങളെപ്പോലെ മക്കളെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യം കൊണ്ടാണ്. തോന്നിയാ പോരാ, അമ്മയും അച്ഛനും മക്കളോട് പറയണം, അത് നിങ്ങളെപ്പോലെ മക്കളെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യം കൊണ്ട്. ഞാൻ എൻ്റെ മകനോടും മകളോടും പറയാറുണ്ട്, നിങ്ങളെപ്പോലെ, അവൻ കീബോർഡ് വായിക്കും എൻ്റെ മകൻ, ശക്തി വളരെ സ്പീഡിൽ ഇങ്ങനെ കീബോർഡ് വായിച്ച്, അമൃത ടിവിയില് ഒരാളുണ്ട്, അത് ഏതു പാട്ടിനും കീബോർഡ് അടിച്ചു വായിക്കുന്ന ആൾ. അത് കാണുമ്പോഴത്തേക്ക് എൻ്റെ മകൻ ആ തത്തുല്യമായിട്ട് വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കൈകെട്ടി അടുത്ത് നിന്ന് അവൻ്റെ അടുത്ത് പറയും, അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോ നീ ഈ കീബോർഡ് എൻ്റെ അടുത്ത് വെച്ച് എൻ്റെ അവസാനത്തെ ശ്വാസം വരെ നീ വായിക്കണം. അത് അച്ഛൻ്റെ ഒരു ആഗ്രഹമെന്ന് ഞാൻ പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര ഫീലിംഗാ. കാരണം മക്കൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവുക, ഇതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയതാണ്. തിരിച്ചു പറയണം, ഭാര്യയ്ക്ക് തോന്നണം, ഇതുപോലൊരു ഭർത്താവിന്റെ ഭാര്യയായി നിൽക്കാൻ ഭാഗ്യം കിട്ടി. ഭർത്താവിന് തോന്നണം, ഇതേപോലൊരു ഭാര്യയെ കിട്ടിയത്. ജീവിതത്തിൽ കുറവുണ്ടാവാം, കൂടുതലുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, അതൊക്കെ വേറെ പ്രശ്നം.
ജീവിതത്തിൽ എത്ര കാലം ഈ ഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും പറയും, നിങ്ങളിൽ ഒരാളും ഇപ്പൊ കൂട്ടുവായ വിടുന്നില്ല, ഒരാളും ഇപ്പൊ വാച്ച് നോക്കുന്നില്ല. എന്താ കാരണം? ഗോപാലകൃഷ്ണൻ പറയുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് ഹൈ കോൺസെൻട്രേഷൻ ഉള്ളത്. അതുകൊണ്ട് വീട്ടിനകത്ത് ശാശ്വതമായ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഒരു സ്റ്റിക്കർ നമ്മളുടെ വീടിന്റെ വാതിൽക്കൽ ഒട്ടിച്ച് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നെഴുതിയാൽ ഐശ്വര്യമുണ്ടാവില്ല. അവിടെ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ വീട്ടിനകത്ത് കേൾക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നന്മ നിറഞ്ഞതാവണം. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇത്രയും പറയാൻ എനിക്ക് സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. അതേപോലെ നിങ്ങളോട് പറയുന്നു, ജീവിതത്തില് 3% സമയം, 3% നിങ്ങളുടെ വരുമാനം, 3% ഊർജം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാം. 3% ഓഫ് യുവർ എനർജി, ടൈം ആൻഡ് മണി. അത് മറ്റുള്ള പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും രോഗികൾക്കും അതൊരു അനുഗ്രഹമായിട്ട് തിരിച്ചു കിട്ടാതിരിക്കില്ല. അകത്തുണ്ടാവുന്ന സന്തോഷം പുറത്തളക്കാൻ സാധ്യമല്ല. പുറത്തു നിന്ന് കിട്ടുന്ന സന്തോഷം താൽക്കാലികമാണ്. അതേപോലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമപവിത്രമായ ഭാരതത്തിന്റെ മക്കളാണ് നിങ്ങളെല്ലാം. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആരുമാവട്ടെ, ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ഏത് രാഷ്ട്രീയ ചിന്താധാരയുള്ളവരാവട്ടെ, നിങ്ങളെല്ലാം ഈ ഭാരതത്തിന്റെ മക്കളാണ്. എന്റെ മുമ്പിലുള്ള അനുജന്മാരോടും അനുജത്തിമാരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. പ്രാർത്ഥിച്ച ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രം ഭാരതാണ്. മറ്റെല്ലാ രാഷ്ട്രവും എന്റെ രാഷ്ട്രത്തിലുള്ളവര്, എന്റെ മതത്തിലുള്ളവര്, എന്റെ ചിന്താധാരയിലുള്ളവര് സുഖമായിരിക്കണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഈ നാട്ടിലുള്ളവര് പ്രാർത്ഥിച്ചത് എല്ലാവരും സുഖമായിരിക്കണം എന്നാണ്. അങ്ങനെയുള്ളൊരു രാജ്യത്തില് ഇപ്പോഴും ആലോചിച്ച് നോക്കുക. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ഒരു സിഖുകാരൻ പ്രധാനമന്ത്രി, ഒരു ഹിന്ദു പ്രസിഡന്റ്, ഒരു മുസ്ലിം വൈസ് പ്രസിഡന്റ്, ഒരു ക്രിസ്ത്യൻ രാജ്യരക്ഷാമന്ത്രി, ഈ 4 പേരെയും നിയന്ത്രിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു അമ്മച്ചിയാണ്. അങ്ങനെ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു രാജ്യത്തിലുണ്ടോ? ഇവിടെ അല്ലാതെ. എന്നിട്ട് ഈ രാജ്യത്തിന് വല്ല പ്രശ്നമുണ്ടോ? ആ രാഷ്ട്രത്തിന്റെ മക്കളായി ജനിക്കാൻ ഇനി ഒരു 10 ജന്മമുണ്ടെങ്കിൽ ആ 10 ജന്മവും ഈ പരമപവിത്രമായ ഭാരതത്തിന്റെ മക്കളായി ജനിക്കാൻ അനുഗ്രഹിക്കണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കാൻ ഈ തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളില് എന്റെ മുമ്പിലിരിക്കുന്ന 10ാം ക്ലാസ്സിലെയും +2വിലെയും വിദ്യാർത്ഥികളും അവരുടെ രക്ഷാകർത്താക്കളും കുറച്ച് അധ്യാപകരും ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എത്ര കാലം ജീവിച്ചാലും ധന്യമായൊരു ജീവിതം അധ്യാപകനിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നന്മകൾ സ്വീകരിച്ച് അവനവൻ ഉയർന്നു വളർന്ന് നന്മകൾ കേൾക്കുകയും കാണുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് വീട്ടിനകത്ത് അമ്മയും അച്ഛനും മക്കളും, ഭാര്യയും ഭർത്താവും അമ്മയും അച്ഛനും മക്കളും നല്ല ബന്ധം എത്രത്തോളം കാലം ജീവിക്കുന്നു എന്നറിയാത്തത് കൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം ധന്യമായൊരു കുടുംബജീവിതം, വാശിയും പകയും അഹങ്കാരവും അസൂയയും ഇല്ലാത്ത സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള ധന്യമായൊരു ജീവിതം നയിക്കാൻ ജഗദീശ്വരൻ നമുക്ക് നൽകിയ ഈ ജന്മം പരമപവിത്രമായ ഭാരതത്തിന്റെ പൂർവജന്മ നന്മകള്, പൂർവകാല നന്മകള്, വർത്തമാനകാല നന്മകള്, ഭാവികാല നന്മകൾക്ക് വേണ്ടി രാഷ്ട്രത്തിനും സമൂഹത്തിനും കുടുംബത്തിനും നമുക്കും ശാശ്വതമായി ഉപയോഗിക്കാൻ പാകത്തിന് അറിവ് നേടാനും അറിവ് കൊടുക്കാനും ഇവിടെയുള്ള അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും അവരിൽ നിന്ന് അറിവ് സമ്പാദിക്കാൻ വിദ്യാർത്ഥികൾക്കും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ സ്കൂളിലെ മാനേജ്മെന്റിനും ബാക്കി എല്ലാവർക്കും ജഗദീശ്വര അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും ദീർഘ ആയുരാരോഗ്യ
ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗോപാലകൃഷ്ണന്റെ പ്രണാമം പ്രണാമം പ്രണാമം. വളരെ തരിച്ചു നിന്നു പോകുന്ന ഈ പ്രഭാഷണം ആ നിറകുളത്തിൽ നിന്ന് തുളുമ്പി വീണ മഹത് വചനങ്ങൾ കേട്ട് വളരെ സംതൃപ്തിയോടെ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഇവിടെ വന്നവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ ഇവിടെ വന്ന് ഈ സ്കൂളിനെ തന്നെ ധന്യമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണം കാഴ്ചവെച്ച് മനുഷ്യ മനസ്സിനെ പിടിച്ചിരുത്തുന്ന കാര്യങ്ങൾ വളരെ വളരെ അച്ചടക്കത്തോടും നല്ല രീതിയിലും പ്രവർത്തിച്ച് ആദ്യം പറയാനുള്ളത് എൻ്റെ വിദ്യാർത്ഥികളോടാണ്. വളരെ അച്ചടക്കത്തോടും വിനയത്തോടും മനസ്സിലാക്കിയും കാര്യങ്ങൾ ഗ്രഹിച്ച് നാളത്തെ ജീവിതം കെട്ടിപ്പിടിക്കാൻ തയ്യാറാണ് നിങ്ങളോട്. ഇത്രയും അച്ചടക്കത്തോടെ ഇരുന്നതിന് വിദ്യാർത്ഥികളും അധ്യാപകരോടുമാണ് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുന്നത്. കാരണം അത്ര അന്തസ്സുള്ള ഒരു രീതിയിലേക്ക് നമ്മളിത് മാറ്റാൻ കഴിഞ്ഞതിൽ ഈ സ്കൂൾ അധികൃതർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കും വളരെ കൃതാർത്ഥതയുണ്ട്. കൂടാതെ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ബോർഡ് അംഗങ്ങൾ, ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ, രക്ഷകർത്താക്കൾ എല്ലാവരും വളരെ സഹിഷ്ണുതയോടെ ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ചതിൽ അവരോടുള്ള അഗൈതമായ കൃതജ്ഞത രേഖപ്പെടുത്തുക. ബന്ധപ്പെടാവുന്നതാണ്. മേലിലും ഈ സ്കൂളിൽ ഞാനും ആഗ്രഹിക്കുന്നത് എന്നൊന്നും മാന്യരായിട്ടിരിക്കുന്ന ആളല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രഭാഷണം നടത്തി ഈ സദസ്സിനെ ധന്യമാക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മേലിലും എല്ലാ കൊല്ലവും ഇങ്ങനെ ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം ഉണ്ടായാൽ ഇത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ഇതെല്ലാവരും കേട്ട് അപ്പം നല്ലത് കേട്ടാൽ രസിക്കും എന്ന് ഉള്ള ബോധം ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ പ്രഭാഷണം കൊണ്ട് കഴിഞ്ഞു.